നമ്മൾ ഈ ചാനലിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിഷയങ്ങൾ നിരവധി വീഡിയോ ചെയ്തു. അതിൻ്റേതായ റീച്ചും വിമർശനവും കല്ലേറും പൂച്ചണ്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു കമൻറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനും പോയിട്ടില്ല, അതവിടെ കിടക്കട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ നിഗൂഢമായി നമ്മൾ അറിയുന്നത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെപ്പോലെ തന്നെ മറ്റ് ചാനലുകളും പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സോഴ്സ് ഇല്ലാണ്ട് ഒരു വാർത്തയും ചെയ്യാറില്ല, ശൂന്യതയിൽ നിന്ന് വാർത്തകൾ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു സോഴ്സ്, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സോഴ്സ്, വീണ്ടും റൂൾസ് ഓഫ് ബിസിനസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ റൂൾസ് ഓഫ് ബിസിനസ് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിസഭ എന്തൊക്കെ ചെയ്യണം, മന്ത്രിസഭയിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, മന്ത്രിസഭയ്ക്ക് വേണ്ടി നോട്ട് തയ്യാറാക്കുന്നത്, അത് മന്ത്രിസഭയ്ക്ക് മന്ത്രിമാർക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്, അത് മന്ത്രിസഭയിൽ പോയി ചർച്ച ചെയ്യുന്നത്, 3 കാര്യങ്ങളാണ് മന്ത്രിസഭയിൽ നടക്കുന്നത്. ഒന്ന് റിസോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു, അത് പിന്നെ പണം കണ്ടെത്തി നടപ്പിലാക്കിയാൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഡെഫർ ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത സമിതിയിൽ വയ്ക്കുക. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡെഫർ ചെയ്യും, അടുത്ത സമിതിയിൽ കൊണ്ടുവയ്ക്കുക, അടുത്ത കമ്മിറ്റിയിൽ വയ്ക്കുക, അടുത്ത മന്ത്രിസഭയിൽ അതിൻ്റെ അടുത്തേലൊക്കെ വയ്ക്കാം. മൂന്നാമത്തതാണ് റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്താൽ പിന്നെ വയ്ക്കാൻ പ്രയാസമാണ്. മന്ത്രിസഭ റിജക്റ്റ് ചെയ്താൽ പിന്നെ പ്രയാസമാണെങ്കിലും കൊണ്ടുവരാം, പക്ഷേ എങ്കിലും പ്രയാസമാണ്. ഡിഫർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് മോഡ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ആയിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ 29 ചേർന്ന മന്ത്രിസഭയിൽ അന്ന് യഥാർത്ഥത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുള്ളൊരു മന്ത്രിസഭയാണ്. അത് CPI പങ്കെടുക്കുമില്ല എന്നുള്ള വിഷയമുണ്ടായിരുന്നു. രാവിലെ 10:30 വെച്ചിരുന്നപ്പോൾ CPI പങ്കെടുക്കില്ല എന്നുള്ളൊരു ധാരണയൊക്കെ വന്നു. 3:30 മീറ്റിംഗ് മാറ്റി വെച്ച് 3:30 ഒരുപാട് സന്ധി സംഭാഷണമൊക്കെ നടന്നു. അവസാനം CPIക്കാരുടെ യോഗത്തിൽ മന്ത്രിസഭയിൽ പങ്കെടുത്തു. ആ മന്ത്രിസഭയിൽ വെച്ച് വളരെ മനോഹരമായ ഒരുപാട് തീരുമാനങ്ങളെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു 2023 ജനുവരി 1 മുതലുള്ള DA കുടിശ്ശിക കൊടുക്കുക. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പക്ഷേ ഈ 2025 ഒക്ടോബർ 29 3:30 മണിക്ക് ചേർന്ന കേരള ക്യാബിനറ്റിൻ്റെ മന്ത്രിസഭയുടെ റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരമുള്ള ഈ തീരുമാനത്തെ മുഖ്യമന്ത്രിയുടെ ബ്ലോക്കിൽ നിന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബ്ലോക്കിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റും മറ്റുള്ളവരും അതേപോലെ തന്നെ മിനിറ്റ്സ് പോലെ തന്നെ ഇതിൻ്റെ 24 മണിക്കൂറിനകത്ത് മിനിറ്റ്സ് ഇറങ്ങും, ക്യാബിനറ്റിൻ്റെ നോട്ട് ഇറങ്ങും. ആ നോട്ട് പ്രകാരം കോട്ട് ചെയ്തുകൊണ്ട് DA കൊടുക്കാനുള്ള ഫയൽ മുകളിലേക്ക് പോയപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അവിടം വരെ ഫയൽ സ്മൂത്തായി പോവുകയും അവിടെ വച്ച് ഇതിൽ ഒരു വെട്ടിത്തിരുത്തുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് റൂൾസ് ഓഫ് ബിസിനസ്സിനെതിരാണ്, അങ്ങനെ തിരുത്താൻ പാടില്ല. വളരെ ചെറിയ കാര്യങ്ങളൊക്കെ മന്ത്രി ലെവലിൽ തിരുത്തും. പക്ഷേ ഇത് മന്ത്രിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ തിരുത്തൽ വന്നിരിക്കുന്നത്. മന്ത്രി അതിന് അപ്രൂവലും കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ പുറത്ത് ധനകാര്യമന്ത്രിക്കുള്ള ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഞാനെല്ലാം പറയുന്നത് കോഡ് ഓഫ് കോണ്ടക്റ്റാണ്, റൂൾ ഓഫ് കോണ്ടക്റ്റാണ്, അതുപോലെ തന്നെ ബിസിനസ് റൂൾസ് ഓഫ് ബിസിനസ്സാണ്, റൂൾ ഓഫ് ദ ലാൻഡാണ്, റൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ്, പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലാതെ നമുക്ക് ഒരാളോട് ശത്രുത വെച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ ഗൗരവതരമായ ഒരു വിഷയമുണ്ടായി. ഒരു മാസം, അതായത് 2023 ജനുവരി 1 മുതൽ കൊടുക്കണം എന്ന് പറഞ്ഞു വന്നതിനെ 18% എന്നുള്ളത് 22% കൊടുക്കാമെന്ന് മാത്രം മാറ്റി, ഏതെന്നൊന്നും പറയാതെ, ഡേറ്റും കാര്യങ്ങളൊന്നും പറയാതെ വന്നു. ഒരു മാസം 288 കോടി രൂപയാണ് ഇതിനകത്ത് ബാധ്യത വരുന്നത്. 6800 കോടി രൂപ മൊത്തം കൊടുത്താൽ, ഈ 13-17% വരുന്ന മൊത്തം DA കൊടുത്താൽ 6800 കോടി രൂപയുടെ വ്യത്യാസം വരും, ബാധ്യത വരും. അതുകൊണ്ട് തൽക്കാലം കണ്ണടയ്ക്കാം എന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അല്ലെങ്കിൽ നോട്ട് മന്ത്രി അതേപോലെ അംഗീകരിച്ചപ്പോൾ ഒരിക്കൽ കൂടി റൂൾസ് ഓഫ് ബിസിനസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. വളരെ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത ക്യാബിനറ്റിൽ ഈ റൂൾസ് ഓഫ് ബിസിനസ് എടുത്തങ്ങ് കളയുക. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തീരുമാനിക്കാം, ഇഷ്ടമുള്ള മന്ത്രിമാർക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം, ക്യാബിനറ്റിലും ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. എന്തിനാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വെച്ച് ഒരു ബുക്കെല്ലാം അടിച്ചു വെച്ച് വളരെ പവിത്രമായി അതിനെ എപ്പോഴും എടുത്ത് നോക്കി റൂൾസ് ഓഫ് ബിസിനസ്സൊക്കെ പാലിക്കുന്നത്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ ജനങ്ങൾക്ക്?